2 ദിവസമായിട്ട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ. താൻ ഭാനുവിനെ കാണാൻ വന്നതും ഭാനുവിനെ കൂട്ടിക്കൊണ്ടുപോയതും ശരണ്യ മാത്രമാണെന്ന ഇതുവരെയുള്ള വിശ്വാസം തെറ്റായിരുന്നു. ഭാനുവിനെ ശരണ്യയും കൂടെയുണ്ടായിരുന്ന ലീനയും കാണാൻ വന്നത് ശരിയാണ്. പക്ഷേ പിന്നീട് സംഭവിച്ചത് വേറെയാണ്. എന്താ സംഭവിച്ചതെന്ന് ശരണ്യ എന്നെ പറയും. ഭാനുവിനെ ഒരു ചതിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഭാനുവിനെ കാണാൻ പോയത്. പിന്നെ ഞാൻ പലതവണ വിളിച്ചിട്ടും കിട്ടിയില്ല. അങ്ങനെ പേടിച്ചിട്ടാ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത്. മേഡം, അപ്പോൾ ഉറപ്പായിട്ടും ജയേഷ് തന്നെയാണ് ഭാനുവിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. അവനറിയാതെ ഭാനു ഒരിടത്തും പോയില്ല. അതെ ഭരത്, ഇപ്പൊ തന്നെ ജയേഷിനെ കസ്റ്റഡിയിലെടുക്കണം. ഓക്കെ മാം. ഭാനുവിന് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തത് ശരണ്യാണെന്ന് സമ്മതിച്ചതുകൊണ്ട് ശരണ്യയുടെ പേരിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ഭരത് പോയി ജയേഷിനെ കസ്റ്റഡിയിലെടുക്ക. ഓക്കെ മാം. സമൂഹത്തിന് നന്മ ചെയ്യേണ്ട ഒരു ഡോക്ടർ ആവേണ്ട കുട്ടിയാണോ ഇതുപോലുള്ള ക്രിമിനൽസിന് കൂട്ടുനിൽക്കുന്നത്? എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാ മാഡം. ഭാനുവിനെ തിരിച്ചു കിട്ടുമ്പോ ഭാനുവിന്റെ മൊഴി പോലിരിക്കും ഇയാളുടെ ഭാവി. കൊണ്ടുപോയിക്കോളൂ.